അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനാണ് ആദം നബി അലൈഹിസ്സലാം. മനുഷ്യലോകത്തിൻ്റെ പിതാവാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നു. പിശാചിൻ്റെ പ്രേരണയിൽ അകപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെയും ഭാര്യയായ ഹവ്വ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംഭവം പ്രസിദ്ധമാണ്. അള്ളാഹു വിലക്കപ്പെട്ട മരത്തിൽ നിന്ന് കായ്കനികൾ ഭക്ഷിച്ചതുകൊണ്ടാണ് അവർക്ക് അത് നേരിടേണ്ടി വന്നത്. എന്നാൽ കായ്കനികൾ മരത്തിൽ നിന്ന് എടുത്തു ഭക്ഷിച്ച ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഉയരം എത്രയാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഉയരം 60 മുഴം ഉണ്ടായിരുന്നുവെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നിന്ന് വ്യക്തമാക്കുന്ന ഹദീസ് സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതായി കാണാം. ആധുനിക കാലത്തെ അളവുമായി ബന്ധിപ്പിച്ചാൽ 1 മുഴം എന്നാൽ ഏകദേശം 1.5 അടി വരും. അപ്പോൾ 60 മുഴം എന്ന് പറഞ്ഞാൽ 90 അടിയോളം വരും. അതായത് 27 മുതൽ 30 മീറ്റർ നീളം വരും. ആധുനിക മനുഷ്യൻ്റെ ശരാശരി ഉയരം 5.5 അടി മുതൽ 6.5 അടി വരെയാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഉയരം 90 അടിയാണെന്ന് പറയുമ്പോൾ ഇന്നത്തെ ശാരീരിക ഘടനയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ കൂടുതൽ ഭീമാകാരമാണ്. ഇവക്ക് ശാസ്ത്രീയപരമായി തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ശാസ്ത്രം മനുഷ്യൻ എന്ന് വിളിക്കുന്നത് ഹോമോജനസിൽപ്പെട്ട ജീവികളെയാണ്. ഇതിൽ ഏറ്റവും പഴക്കമുള്ള മനുഷ്യ ഫോസിൽ കണ്ടെത്തിയത് മൊറോക്കയിലെ ജബൽ ഇർഹാദ് എന്ന സ്ഥലത്ത് നിന്നാണ്. ഇതിന് 3 ലക്ഷം വർഷം പഴക്കമുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ശാസ്ത്രത്തിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത 3 ലക്ഷം വർഷങ്ങളെക്കാൾ എത്രയോ അകലം വർഷങ്ങൾക്ക് മുമ്പാണ് ആദം നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നു എന്നത് നമുക്ക് സമ്മതിക്കേണ്ടി വരും. എന്നാൽ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള ഫോസിലുകൾ പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അത് മനുഷ്യൻ്റേതല്ല, ഭൂമിയിൽ ജീവിച്ചിരുന്ന ഇതര ജീവവർഗങ്ങളുടേതാണ്. ഇന്ന് നാം ജീവിക്കുന്ന ആധുനിക ലോകത്തിന് പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ശാസ്ത്രം കല്ലുകളിലും അസ്ഥികളിലും തിരയുന്നത് മനുഷ്യൻ്റെ ഉത്ഭവമാണ്. ആധുനിക മനുഷ്യൻ അഥവാ ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ ആവിർഭവിച്ചത് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് ശാസ്ത്രലോകം നമ്മോട് പറയുന്നത്. ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ശാസ്ത്രം പറയുന്ന ഈ 3 ലക്ഷം വർഷങ്ങളാണോ ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം? അതോ ശാസ്ത്രത്തിൻ്റെ അളവുകോലുകൾക്കപ്പുറം മനുഷ്യൻ കടന്നുപോയ മറ്റേതോ ഒരു മഹാകാലഘട്ടത്തിലാണോ ആദം നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്? ചിലപ്പോൾ ചരിത്രം എന്നത് നാം കാണുന്ന ഫോസിലുകൾ മാത്രമല്ല ഒളിഞ്ഞിരിക്കുന്നത്. ശാസ്ത്രം പറയുന്നത് നാം കണ്ടെത്തിയ തെളിവുകളെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ മതം വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ആദ്യകാല രഹസ്യങ്ങളാണ്. ഇന്ന് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ശാസ്ത്രത്തിന് അത്തരമൊരു അസ്ഥികൂടം ലഭിച്ചില്ല എന്ന്. ഇവിടെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഭൗതികമായ ഫോസിലുകൾ കൊണ്ട് മാത്രം അളക്കാവുന്നതല്ല ദൈവിക സൃഷ്ടിപ്പിൻ്റെ മഹിമ എന്നതാണ്. 60 മുഴം ഉയരം എന്നത് ഒരു വിശ്വാസി വിശ്വസിക്കേണ്ടത് അത് തെളിവുകൾ ചേർത്ത് അന്വേഷിക്കേണ്ട ഒന്നല്ല, മറിച്ച് സ്രഷ്ടാവിൻ്റെ ശക്തിയെയും മനുഷ്യൻ്റെ ഉന്നതമായ തുടക്കത്തെയും ഓർമ്മിപ്പിക്കുന്ന അറിവുകളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നാം കാണുന്ന ഈ ചെറിയ മനുഷ്യരൂപം ഭൂമിയിലെ സാഹചര്യങ്ങളോട് കാലക്രമേണ പൊരുത്തപ്പെട്ടു വന്നു എന്നതാണ് മതം പറയുന്നത്. ആദിമ മനുഷ്യൻ മുതൽ ഇന്നത്തെ നമ്മളിലേക്ക് എത്തുമ്പോൾ അത് വെറുമൊരു പരിണാമമല്ല, അള്ളാഹു നിശ്ചയിച്ച കാലഘട്ടത്തിലൂടെ മനുഷ്യൻ
കടന്നുപോയ മാറ്റങ്ങളാണ് എന്ന് മതം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അത് അന്നത്തെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള വെളിപാട് വഴിയാണ്. എന്നാൽ ശാസ്ത്രം പറയുന്നത് മനുഷ്യൻ്റെ ശാരീരിക ഘടനയിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവിശ്വസനീയമായ രീതിയിലുള്ള ഉയരക്കുറവ് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നാണ്. ഖുർആനിലെ 41-ാം അധ്യായത്തിലെ 15-ാം സൂക്തത്തിൽ ആദ് സമുദായത്തെപ്പറ്റി പറയുന്നുണ്ട്. ഭൂമിയിൽ ഏറ്റവും ശക്തരായ മനുഷ്യരും ഉയരം കൂടിയവരും ശരീരഘടനയിൽ കൂടുതൽ കരുത്തും ഉള്ളവരായിരുന്നു അവർ. അവരെപ്പോലെ മറ്റൊരു സമൂഹം അന്ന് ലോകത്തുണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ ഏകദേശം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലശേഷം വരുന്ന ആദ് സമൂഹത്തിൽ ജീവിച്ച ജനങ്ങൾക്ക് ഉയരം കൂടുതലാണ് എന്ന കാര്യം ഈ വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ സത്യത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമായിരിക്കാം. എന്നാൽ മതം വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ അദൃശ്യമായ ഒരു ലോകത്തിൻ്റെ കവാടങ്ങൾ തുറന്നിടുന്നു. ചരിത്രത്തെ കേവലം മണ്ണിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത അസ്ഥികളിലൂടെ മാത്രം ചേർത്ത് വായിക്കരുത്. അതിനപ്പുറം സൃഷ്ടാവ് വെളിപ്പെടുത്തിയ ആ വലിയ സത്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് മനുഷ്യചരിത്രം പൂർണ്ണമാകുന്നത്. ഒരു ശാസ്ത്രവും പുരോഗമിക്കാത്ത 7-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു വെച്ച ചില സത്യങ്ങൾ പിൽക്കാലത്ത് ശാസ്ത്രത്തിന് പോലും തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണം മനുഷ്യൻ്റെ ഭ്രൂണശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ്. മൈക്രോസ്കോപ്പോ മറ്റു ആധുനിക മെഷീനറികളോ കണ്ടെത്താത്ത കാലത്ത് മനുഷ്യൻ്റെ ഭ്രൂണ വളർച്ചയെക്കുറിച്ച് ഖുർആനിലെ 23-ാം അധ്യായമായ അൽ മുഅ്മിനിലെ 12-ാം സൂക്തം മുതൽ 14-ാം സൂക്തം വരെയുള്ള ഭാഗങ്ങളിൽ വിശദമായി വിവരിക്കുന്നുണ്ട്. ഇരുപതാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഭ്രൂണശാസ്ത്രജ്ഞനായ ഡോക്ടർ കീത്ത് മൂർ ഖുർആനിലെ ഈ വിവരങ്ങൾ പഠിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവീക സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഇതിനകം ഇനിയും തെളിയാത്ത പല സത്യങ്ങളും ഭൂമിയുടെ ആഴങ്ങളിലും കാലത്തിൻ്റെ മടക്കുകളിലും ഒളിഞ്ഞിരിപ്പുണ്ടാകാം. സത്യം കണ്ടെത്താനുള്ള ഈ യാത്രയിൽ ശാസ്ത്രത്തെയും വിശ്വാസത്തെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം.